അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയുണ്ട് റമദാനിൽ. എല്ലാവർക്കും അറിയില്ല അത്. 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏകദേശ വാലിട്ടിയാണ്. 64-63 വർഷമാണ് അതുള്ളത്. അത്ര കാലയളവൊന്നും ഒരു മനുഷ്യൻ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആയുസ് ചിലപ്പം 64-ഉം 65-ഉം 68-ഉം 70-ഉം 90-ഉം ഒക്കെ ആകാം. 64 കൊല്ലം ആരാധനകളിൽ കഴിയാനുള്ള അവസരമൊന്നും ഒരു മനുഷ്യൻ സാധാരണ സാധിക്കുകയില്ല. 60 കൊല്ലം ജീവിക്കുന്ന ആൾക്ക് ഏകദേശവും പകുതി സമയത്തോളം മറ്റു പല ആവശ്യങ്ങൾക്കും നിർവഹിച്ചു പോകുമല്ലോ. അപ്പോൾ 30 വയസ്സേ അവന് ആരാധനയിൽ മാക്സിമം നിർവഹിക്കാൻ കഴിയുള്ളൂ. എന്നാൽ 64 കൊല്ലത്തെ പ്രതിഫലം ഒരു സമയത്ത് ലഭിക്കുന്ന സുന്ദരമായ രാത്രിയുണ്ട്. പരിശുദ്ധ റമദാനിലെ ഓരോ വർഷവും അത് കടന്നു വരും. എന്നാണത് എന്ന് കൃത്യമായി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിയിച്ച എല്ലാ കാര്യവും അല്ലാഹു തആല സൃഷ്ടികളോട് മറ്റു ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ മുത്തുനബിക്ക് പെർമിറ്റ് കൊടുത്തിട്ടില്ല. തങ്ങൾക്ക് തന്നെ അത് മറപ്പിച്ചു കളഞ്ഞു. ഖിയാമത്ത് നാളിന്റെ ഡേറ്റും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില സൂചനകൾ തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചില ദിവസങ്ങൾ പ്രത്യേകമായി നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ എല്ലാ രാത്രികളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം, എല്ലാ രാത്രികളെയും പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് എല്ലാ സജ്ജനങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. സർവ്വരാത്രികളും ഉപയോഗപ്പെടുത്തി. ഒരു മാസമല്ലേ ഉള്ളൂ, 11 മാസവും നമ്മളങ്ങനെ വളരെ മോശപ്പെട്ടതിൽ പലരും ജീവിച്ചു. ചിലപ്പോൾ നന്മ ചെയ്തവരാണെങ്കിൽ തന്നെ കൂടുതൽ വിശ്രമത്തിനായിരിക്കും രാത്രി സമയത്ത്. എന്നാലും ഈ 11 മാസത്തിൽ നിന്ന് ഒരു മാസം മാത്രം, 11 മാസം നമ്മൾ വിട്ട് ഒരു മാസം മാത്രം നമുക്ക് കൂടുതൽ അമല് ചെയ്യാൻ മാറ്റി വെക്കേണ്ടതില്ലേ? അത് പ്രത്യേകമാകുന്ന റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ ഓരോ ദിവസവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് കൂടുതൽ അമലുകൾ ചെയ്യാൻ നാം തയ്യാറാകണം. എന്നാൽ പിന്നെ ഇപ്പം അങ്ങനെയല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടത്. ഒരു ദിവസം കിട്ടോ, 2 ദിവസം കിട്ടോ, ഒരു 5 ദിവസം കിട്ടോ, അതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ? ലൈലത്തുൽ ബദറിന്റെ രാത്രിയാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ലൈലത്തുൽ ബദർ നടന്ന രാത്രി, ബദർ നടന്നു നിന്നാണ് റമദാൻ 17. അതിന്റെ തലേ ദിവസം റമദാൻ 16-ന്റെ രാത്രി, അഥവാ 16-ന്റെ രാത്രി എന്ന് പറഞ്ഞാൽ 16 പൂർണ്ണമായി കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞ് 17-ന്റെ രാത്രി. നമ്മുടെ ഭാഷയിൽ 17-ന്റെ രാത്രി, 17 രാവ് അല്ലേ? 16-ന്റെ രാത്രി എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളികൾ പറയുന്നത് പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രിക്ക് അന്നത്തെ രാത്രി എന്ന് പറയും. അതുകൊണ്ട് 16 രാത്രി എന്ന് പറയാം. ഏതായാലും 16-ന്റെ പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി യഥാർത്ഥ 17-ന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് മഹാപണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. താബികളിൽ പ്രമുഖരായ ചില പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞതോ റമദാനിലെ 3-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്താണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പത്ത്. 3-ാമത്തെ പത്തിലെ ഓരോ ദിവസവും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. 3 അഭിപ്രായമായ, ഒന്ന് റമദാൻ മുഴുവൻ രാത്രികളിലും, മറ്റൊന്ന് റമദാനിലെ 17-ന്റെ രാത്രി, മറ്റൊന്ന് പരിശുദ്ധ റമദാനിന്റെ 3-ാമത്തെ പത്തിലെ ഓരോ രാത്രിയിലും. കുറച്ച് കുറഞ്ഞിട്ടില്ലേ? 10 ദിവസം നോക്കിയാൽ മതി, ആദ്യത്തെ 30 ദിവസം നോക്കണം. എന്നാൽ 4-ാമത്തെ ഒരു അഭിപ്രായം, ലൈലത്തുൽ ഖദർ ഉള്ളത് റമദാനിലെ അവസാനത്തെ 10-ൽ ഒന്നിടപെട്ട രാവുകളിലാണ്. പിന്നെയും കുറഞ്ഞിട്ട് 21, 23, 25, 27, 29. ഇത് പ്രധാനപ്പെട്ട സാഹചര്യമാണ്. 5 രാത്രികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വ്യത്യസ്തങ്ങളായ ഹദീസുകളിലും വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിലൊക്കെ ഈ രാത്രിക്ക് മഹത്വമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ 5 രാത്രിയും വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. എന്നാൽ ഒരു സാധ്യത ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. ഫഇൻ കാന അവ്വലുഹു യൗമൽ അഹദ്, റമദാനിലെ ആദ്യത്തെ ദിവസം
ഞായറാഴ്ചയായാൽ, മഹാനവറുകൾ പറയാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാഹ്, ഔ യൗമുൽ അർബിയാ, അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസമായാൽ, ഫഹിയ ലൈലത്തുൻ തിസ്ഉം വഇശ്രീന, ലൈലത്തുൽ ഖദർ റമദാൻ 29 രാത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുന്നു, ഔ യൗമി ഇസ്നൈനി ഫഹിയ ലൈലത്തുൻ 21, റമദാൻ ആദ്യം തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണെങ്കിലോ ലൈലത്തുൽ ഖദർ 21 രാവിനാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദർ 21 രാവിനാണെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 21 രാവിലെ കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔ യൗമുസ് സുലസാ, ഇനി റമദാൻ തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണെങ്കിലോ, അവിൽ ജുമുഅത്തി, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിലോ, ഫഹിയ ലൈലത്തുൻ വസബഉൻ വഇശ്രീന, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് 27 രാവിനാണെന്ന്. പ്രഗൽഭ അഭിപ്രായം റമദാൻ 27 രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന്. മഹാന്മാർ കൂടുതലും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. ഏതായാലും 27-നോ 29-നും 25-നും 21-നും 23-നും ഒക്കെ വലിയ മഹത്വമുണ്ട്. ഇനി മഹാൻ തുടരുന്നു, അവിൽ ഖമീസ് ഫഹിയ ലൈലത്തുൻ 25, റമദാൻ തുടങ്ങുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ ലൈലത്തുൽ ഖദറിനെ 25 രാവിൽ പ്രതീക്ഷിച്ചോ എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇനിയും മഹാൻ പറയുന്നുണ്ട്, ഔ യൗമുസ് സബ്തിൻ, റമദാൻ തുടക്കം എന്നായാൽ ശനിയാഴ്ചയായാൽ, ഫഹിയ ലൈലത്തുൻ 23, ലൈലത്തുൽ ഖദർ റമദാൻ 23 രാവിനാണെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിൽ ഇടപെട്ട രാവുകളിൽ പ്രത്യേക മഹത്വമുണ്ടെന്നും കൂടുതൽ ആരാധനയിൽ നിരതരാകണമെന്നൊക്കെ നമ്മൾ നേരത്തെ ഹദീസിൽ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ പൂർണ്ണ അമലുകൾ ചെയ്ത്, നല്ലതുപോലെ അമലുകൾ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.